എന്നാൽ ഇടതുപക്ഷം വീണ്ടും തുടരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നു എന്ന രൂപത്തിലുള്ള പല നരേറ്റീവുകൾ, പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നരേറ്റീവ് വിജയിച്ചു പഞ്ചായത്ത് ഇലക്ഷനിൽ എന്നുവെച്ചാൽ നിർമ്മിത കഥകൾ ഇപ്പോൾ പലതരത്തിൽ കൊണ്ടുവരുന്നു. അതിലൊരു കാര്യം മാത്രമേ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ ഇപ്പോൾ കൊണ്ടുവരുന്നൊരു പ്രചാരവേല, ഇടതുപക്ഷം തുടർന്നാൽ ഇടതുപക്ഷം തകരും. ഇടതുപക്ഷം തുടരുമോ എന്നുള്ള ആ തുടർച്ച ജനാധിപത്യത്തിന് അത്ര ഗുണമല്ല. ഇതാണ് ഒരു പുതിയ കാഴ്ചപ്പാട്, നരേറ്റീവ് കൊണ്ടുവരുന്നത്. അതിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ചില പ്രതികരണങ്ങൾ ആഗണത്തിൽപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാരൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ ഇടതുപക്ഷം നല്ല ജാഗ്രതയോടുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിന് പ്രതിഫലനമായി കണ്ടാൽ മതി. നേരത്തെ എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ കുറവ്? കേരളത്തിൽ ഇടതുപക്ഷത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കുറവ്, ഇവരെന്തുകൊണ്ട് കാലാവധി തികയ്ക്കുന്നില്ല? ഇവർ കാലാവധി തികച്ച് തുടർന്ന് എന്തുകൊണ്ട് ഭരിക്കുന്നില്ല? 57-59 2 വർഷമുള്ളൂ, 67-69 2 വർഷമുള്ളൂ, 80-82 2 വർഷമുള്ളൂ. പിന്നെ 87 എത്തിക്കഴിഞ്ഞപ്പോൾ കാലാവധി പൂർത്തീകരിക്കുന്നതിന് 1 വർഷം മുമ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടന്നോട്ടെ എന്ന് കരുതി രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. അപ്പോഴും പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് ശേഷം പല സംഭവ വികാസങ്ങൾ ഉണ്ടായല്ലോ. ഇതാ പറയേണ്ടത്, ഇടതുപക്ഷത്തിന് തുടർച്ചയുണ്ട്, ഒരു കാലാവധി പൂർത്തീകരിക്കാൻ പറ്റില്ല. അന്നും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നു എന്ന മട്ടിലാണ് വലതുപക്ഷത്തും എന്നുള്ള ഈ കാഴ്ചപ്പാട് വന്നത്. ഇപ്പൊ അതേ ആളുകൾ പറയുന്നു, അയ്യോ ഇവർ ഭരിച്ചു തുടരുന്നതാണ് പ്രശ്നം, നേരത്തെ കാലാവധി പൂർത്തീകരിക്കാത്തതാണ് പ്രശ്നം, തുടർന്ന് പോകാൻ കഴിയാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന അതേ ആളുകൾ തന്നെ ഇപ്പോ പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്, തുടർച്ചയാണ് കുഴപ്പം. ഒന്നുകൂടി കടത്തി പറയുന്നു, ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഒറീസയിൽ നവീൻ പട്നായിക് മാറി BJP അധികാരത്തിൽ വന്നത് ജനാധിപത്യത്തിന്റെ സമ്പന്നമായ ഒരു വികാസമാണോ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മാറി BJP അധികാരത്തിൽ വരുന്നത് സമ്പന്നമായ ജനാധിപത്യത്തിന്റെ പ്രതിഫലനമാണോ? മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മാറണമെന്നതാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്നാണോ വാദിക്കുന്നത്? അതാണോ വാദം? അതോ ഇടതുപക്ഷം മാത്രം തുടർന്നാലാണോ ജനാധിപത്യത്തിന് കുഴപ്പം? ഇടതുപക്ഷം തുടരുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് തങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത കാലത്തേക്ക് എത്തിക്കുമെന്ന ധാരണ വലതുപക്ഷത്തിനുണ്ട്. തുടർച്ചയുമുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടത്? ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ടത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിലാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഇടതുപക്ഷം തകരാതിരിക്കാൻ ഇടതുപക്ഷം പരാജയപ്പെടണം. വലിയ സിദ്ധാന്തമാണ്. ബംഗാളിൽ ചിലർ പറയും, ബംഗാളിൽ ഒരു മഴവിൽ സഖ്യം ഉണ്ടാക്കിയിരുന്നു. ആ മഴവിൽ സഖ്യത്തിൽ മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു, തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, അവരെ നയിച്ചത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തെ സ്നേഹിച്ചിരുന്ന സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ തുടർച്ചയായ ഭരണം, അതാകെ കുഴപ്പമാണ്. ഇപ്പൊ മമതാ ബാനർജി വന്നതിന് ശേഷം ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റം, ധ്രുവീകരണം, മതപരമായ സംഘർഷങ്ങൾ, വംശീയ കലാപങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ജനാധിപത്യത്തിന്റെ തുടർച്ചയാണ് ബംഗാളിന് അപകടത്തിലാക്കിയത് എന്ന് പറയുന്ന ആളുകൾ തൃണമൂലിന്റെ തുടർച്ച അപകടത്തിലാക്കുന്നുണ്ടോ ബംഗാളിനെ?
തൃണമൂലിന്റെ തുടർച്ച ബംഗാളിന് അപകടത്തിലാക്കുന്നു എന്തേ ഈ തുടർച്ചയുടെ അപകടത്തെ ജനാധിപത്യത്തിന് ദുർബലപ്പെടുത്തുന്നു എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നവർ പരാമർശിക്കാത്തത്? ഇത് വളരെ ആസൂത്രിതമായ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇടതുപക്ഷം തകരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തകരാതെ മാത്രമല്ല ശക്തമായി മുന്നോട്ടു പോകാനുള്ള ആന്തരിക കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ ഈ കേരളം തകരുമെന്നതാണ് നാം കാണേണ്ട അപകടം. കേരളത്തിന്റെ 10 കൊല്ലത്തിന് അനുഭവങ്ങളും അതിനു മുൻപുള്ള കാലവും താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ തന്നെ ഒരാൾ പറഞ്ഞില്ലേ, പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നതാണ് അപകടം. അവസാന പരീക്ഷയുടെ തൊട്ട് മുമ്പത്തെ ആഴ്ച കൊടുത്താലേ കുട്ടികൾ നന്നായി പഠിക്കുള്ളൂ എന്ന സിദ്ധാന്തം വന്നില്ലേ? ഇനി അടുത്ത ആള് പറയാൻ പോകുന്നുണ്ട്, വെളിച്ചത്തിരിക്കുന്നതാണ് അപകടം, പവർ കട്ടാണ് നല്ലത്. അതാണ് ഇനി പറയാൻ പോകുന്ന അടുത്ത കാഴ്ചപ്പാട്. ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. രണ്ട്, ഇതിന്റെ തുടർച്ചയിൽ പറയുന്നത് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ BJP ആയി പോകും. അത്രയുള്ളൂ. കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഏതെങ്കിലും നേതാക്കന്മാർ BJPയിലേക്ക് പോകുന്നതിനേക്കാളും അപകടകരമാണ് ജയിക്കുന്ന കോൺഗ്രസ് അപ്പടി തന്നെ BJP ആയി മാറുന്നത്. തൃശ്ശൂർ കണ്ടില്ലേ, പഞ്ചായത്തിൽ നേരെ രാജിവെച്ച് BJPയെ അധികാരത്തിൽ കൊണ്ടുവന്ന അരുണാചൽ മോഡലിന്റെ പ്രയോഗം ഈ കേരളത്തിൽ നമ്മൾ കണ്ടില്ലേ? 60 അംഗ അസംബ്ലിയിൽ 43 സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത്. ഒരാളൊഴികെ മുഖ്യമന്ത്രിയും 42 പേരും പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി. അതേ പ്രാദേശിക പാർട്ടി അടുത്ത മാസം BJPയിൽ ലയിച്ചു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രണ്ടാമത്തെ മാസം 42 പേരെയും കൊണ്ട് BJP മുഖ്യമന്ത്രിയായി. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ പഞ്ചായത്തിൽ കണ്ടത്. അതുകൊണ്ട് ജയിച്ചാൽ അപ്പടി BJP ആയി മാറാൻ അസാധാരണമായ സിദ്ധിയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ തിരിച്ചോളണം. അതുകൊണ്ട് അപകടത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ചിത്രം വയ്ക്കുന്നതെങ്കിൽ അത് BJPക്ക് വഴിവെട്ടുക മാത്രമാണ്. ഈ ഒറ്റ കാര്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കേരളത്തിൻ്റെ ഈ 10 വർഷത്തിൻ്റെ വികസനം നമ്മുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ മണ്ഡലങ്ങൾ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങൾ, അതിൻ്റെ തുടർച്ച ഈ നാടാഗ്രഹിക്കുന്നു. അതിൻ്റെ കേളികൊട്ടാണ് ഈ ജാഥകൾ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ളത്. അതിൽ മധ്യമേഖല ജാഥ, പ്രിയപ്പെട്ട ജോസ് കെ മാണി നയിച്ച ഈ മധ്യമേഖല ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അടുത്തതായി സംസാരിക്കുന്നതിനായി സഖാവ് ശൈലജ ടീച്ചറെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ ജാഥയുടെ ലീഡർ, ഏറെ ആരാധ്യനായ ശ്രീ ജോസ് കെ മാണി MP, ആദരണീയനായിട്ടുള്ള നമ്മുടെ മന്ത്രി P രാജീവ്, ആദരണീയനായിട്ടുള്ള മന്ത്രി റൂഷി അഗസ്റ്റിൻ, ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, ജാഥാംഗങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഏറെ ബഹുമാന്യരായിട്ടുള്ള ജാഥാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 10 ദിവസമായി മധ്യമേഖല ജാഥ കേരളത്തിൻ്റെ 4 ജില്ലകളിലൂടെ പര്യടനം നടത്തി. ആ പര്യടനം പൂർത്തിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗോവിന്ദ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥയും ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥയും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റം ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ജാഥ കടന്നു വരുന്ന എല്ലായിടങ്ങളിലും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേൾക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ആയിരക്കണക്കിന് ആളുകളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തത്. ഇന്ന് ഈ ജാഥ സമാപിക്കുമ്പോൾ അത്രയും ആളുകളെ അഭിസംബോധന ചെയ്ത് ജാഥ ക്യാപ്റ്റനും വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാംഗങ്ങളുമെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജാഥയുടെ സ്വീകരണം കഴിഞ്ഞ് ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ജോസ് കെ മാണി MP സംസാരിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് ഈ സമാപന പൊതുയോഗത്തിൽ സംസാരിക്കേണ്ടതില്ല. ഒന്ന് അഭിവാദ്യം ചെയ്യുക എന്നത് മാത്രമേ എൻ്റെ ഉത്തരവാദിത്വമുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, മുതലാളിത്ത നയങ്ങൾക്ക് ഒരു ബദൽ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. നാം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, കേരള നിയമസഭയിൽ നാം പാസാക്കിയ നിയമങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയ ക്ഷേമ പദ്ധതികൾ, കേരളത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തനതായ വരുമാനം വർദ്ധിപ്പിക്കാനും കേരളത്തിൽ ഒരുപാട് നിക്ഷേപങ്ങൾ സന്നിവേശിപ്പിക്കാനും നാം കൺകണ്ട് നടത്തിയിട്ടുള്ള, ശ്രദ്ധയോടെ നടത്തിയ പശ്ചാത്തല വികസനങ്ങൾ, വൻകിട പോർട്ടുകൾ, എയർപോർട്ടുകൾ, അത്യധികം ആധുനികമായിട്ടുള്ള റോഡുകൾ, വാട്ടർ മെട്രോ, ജല മെട്രോ എന്നു വേണ്ട വലിയ തോതിലുള്ള വികസനമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളം ദർശിച്ചത്. അതിൻ്റെ ഗുണഫലം കേരളം അനുഭവിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങളുടെ ജീവിത നിലവാരം വീണ്ടും കുത്തനെ തകർന്നപ്പോൾ കേരളത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ കേരളത്തിൽ കിഫ്ബി വഴിയും കേരളത്തിലെ ബഡ്ജറ്റ് വഴിയുമൊക്കെ നാം നടത്തിയിട്ടുള്ള മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ്. പണം അനങ്ങാതെ ഇരുന്നാൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ആ പണം ഉപയോഗിച്ച് വലിയ തോതിലുള്ള നിർമ്മാണ പ്രക്രിയകൾ കെട്ടഴിച്ചു വിട്ടപ്പോൾ ഇവിടെ ജോലിയുണ്ടായി, കൂലിയുണ്ടായി, ഗതാഗത സൗകര്യങ്ങളുണ്ടായി, കാർഷിക മേഖലയിൽ വളർച്ചയുണ്ടായി, വ്യാവസായിക മേഖലയിൽ പുത്തൻ ഉണർവുണ്ടായി, ഒരുപാട് ആളുകൾക്ക് വാങ്ങൽ കഴിവുണ്ടായി, നമ്മുടെ മാർക്കറ്റ് സജീവമായി. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് തീരെ തകർന്നു പോകുമായിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നാം ശക്തമായി പിടിച്ചു നിന്നത്. വളരെ വലിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടും കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാതിരുന്നിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇച്ഛാശക്തിയോടുകൂടി നാം നടത്തിയ ഇടപെടലുകളായിരുന്നു. ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്റും വീടില്ലാത്തവർക്കെല്ലാം വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ്റും ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ കിട്ടാൻ സാധ്യമാകുന്ന ആസൂത്രണങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും പട്ടിണി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. നമ്മുടെ ഖജനാവിൽ ധാരാളം കാശ് ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വെട്ടിച്ചുരുക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞതുപോലെ നമ്മുടെ ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടന്നില്ല. ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി ബാലഗോപാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് അന്തസ്സോടുകൂടി ജനങ്ങൾക്കൊട്ടേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അന്തസ്സായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി സ്ത്രീകളെ പരിഗണിച്ചു, പ്രായം ചെന്നവരെ പരിഗണിച്ചു, ചെറുകിട വ്യവസായികളെ പരിഗണിച്ചു, കച്ചവടക്കാരെ പരിഗണിച്ചു, എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും പരിഗണിച്ചു കൊണ്ടുള്ളൊരു ബജറ്റായിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ UDF-കാർ കൊഞ്ഞനം കുത്തി, നടക്കാൻ പോകുന്നില്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഗിമ്മിക്കാണ്, അത് ശരിയല്ല, വെറുതെ പറയുകയാണ്. എന്തിനാണ് പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം പാസ്സാക്കിയാൽ മതിയായിരുന്നില്ലേ എന്നവർ ചോദിച്ചു. അല്ല, അവസാനത്തെ ഘട്ടത്തിൽ പൂർണ്ണമായി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. നമ്മൾ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനിൽ 18 ലക്ഷത്തിലേറെ പേർ അപേക്ഷിച്ചു. ഇന്ന് രാവിലെ സ്ത്രീകളുടെ ഒരു ചെറിയ കൂട്ടായ്മയിൽ ഈ ജാഥക്കിടയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ വെറുതെ പറയുന്നതല്ല, അത് കൊടുക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു 18 ലക്ഷം പേരെന്ന് ഞാൻ പറഞ്ഞപ്പോൾ
ആ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞു, ടീച്ചർ ഞങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നു കഴിഞ്ഞു 1000 രൂപ. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്താനും കൂടുതൽ സുരക്ഷയുള്ള ഒരു സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനും ജാതി മത വർഗീയ കോമരങ്ങൾ കടിയറിവ് പറയാതെ മതേതരത്വം സംരക്ഷിക്കാൻ ഇതാ ഇവിടെ നിരന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഈ ഉറച്ച ഇടതുപക്ഷ ജനാധിപത്യ ഐക്യമാണ് കേരളത്തിൻ്റെ സുരക്ഷാ കവചമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ LDFനെ വീണ്ടും അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, നമുക്ക് യാതൊരു സംശയവുമില്ല. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നല്ല ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരും. അപ്പോൾ സഖാവ് പിണറായി നമ്മുടെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന, പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി അടക്കം എപ്പോഴും പറയുന്നത് പോലെ കേരളത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്ന പുതിയ വിജ്ഞാന കേരളം പദ്ധതി അടക്കം നടപ്പിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകും. അതിനാവേശകരമായി പ്രവർത്തിക്കുക, എല്ലാ ആളുകളെയും കാണുക, എല്ലാ നുണപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ കേന്ദ്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.